ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഒരു പന്ത് മുകളിലേക്ക് എറിയുന്നു എന്ന് വിചാരിക്കും. പന്തിന് എന്താ സംഭവിക്കുക? നമ്മളൊരു സ്പീഡ് കൊടുത്ത് അല്ലെങ്കിൽ വെലോസിറ്റി കൊടുത്ത് അതിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് പോവുകയും പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് സീറോ ആവുകയും അതൊരു ഹയസ്റ്റ് പോയിൻറ്റിൽ എത്തുകയും ചെയ്യുന്നു. ആ ഹയസ്റ്റ് പോയിൻറ്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി സീറോ ആകുന്ന പോയിൻ്റാണ് അല്ലേ. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ താഴേക്ക് വീഴും എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഈ കല്ല് എറിഞ്ഞതിന് ശേഷം നമുക്കതിൽ പിന്നീട് കൺട്രോളൊന്നുമില്ല. മുകളിലേക്ക് പോകുന്ന ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറയാൻ കാരണം നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ മോഷന് ഓപ്പോസിറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒബ്ജക്ട്സിന് ഒരു റിട്ടാർഡേഷൻ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നു. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴേക്കും അത് സീറോ ആകുന്നു. പിന്നീട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ തന്നെ ഒബ്ജക്റ്റ് താഴേക്ക് വരികയും ചെയ്യുന്നു. ഇനി മറ്റൊരു തരത്തിലുള്ള മോഷൻ ഇവിടെ ഒരു ജാവലിൻ ത്രോ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജാവലിൻ ത്രോ ചെയ്യുന്നത് നമ്മൾ നേരെ മുകളിലേക്കല്ല, അത് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ്. ആൻഡ് ദിസ് ഡയറക്ഷൻ ഓഫ് ദ ജാവലിൻ or the direction of its initial velocity makes an angle theta with the horizontal. ഇതുപോലെ നമ്മൾ പല ഒബ്ജക്റ്റുകളെയും ഇങ്ങനെ പല ആംഗിൾസിലൊക്കെ പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. ഷോട്ട് പുട്ട് എറിയുമ്പോഴും ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ഗിവൺ ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ടുണ്ടാകുന്ന വിധത്തിലൊക്കെയാണ് കിക്ക് ചെയ്യുകയോ ത്രോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ഈ ആംഗിൾസ് നമുക്ക് പല ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ ഓബ്ജക്ട്സിൽ നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒബ്ജക്റ്റിൽ പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല, നമുക്ക് പിന്നീട് അതിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുമില്ല. പക്ഷെ നിങ്ങൾക്കറിയാം അവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ് പിന്നീട് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക. അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് മൂലം അതിൻ്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നു. അപ്വേർഡ് ഡയറക്ഷനിൽ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരികയും അതൊരു ഹയസ്റ്റ് പോയിന്റിൽ എത്തിയതിന് ശേഷം പിന്നീട് താഴേക്ക് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പാത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഏറെക്കുറെ ഇങ്ങനെയൊരു പാത്തായിരിക്കും നമുക്ക് ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന പാത്ത് വരച്ചാൽ കിട്ടുന്നത്. And it is in the form of a parabola or it follows a parabolic path എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് കാരണം എന്താണ്, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള പാത്തിൽ മൂവ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് കാര്യം ഇതാണ്, നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നു. അത് നേരെ മുകളിലേക്ക് എറിയുന്ന ഒബ്ജക്ട്സ് ആണെങ്കിലും ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ ഉണ്ടാകുന്ന വിധത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള മോഷൻസൊക്കെ ആണെങ്കിലും നമ്മളൊരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ഫോഴ്സൊന്നും എക്സേർട്ട് ചെയ്യുന്നില്ല. പിന്നീട് അതിൽ ആക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ്. അങ്ങനെ ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തതിന് ശേഷം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ മാത്രം ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റുകളെയാണ് കോമൺ ആയിട്ട് നമ്മൾ പ്രൊജക്റ്റൈൽസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ പ്രൊജക്റ്റൈൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവ ഫോളോ ചെയ്യുന്ന പാത്ത്, അതിനുള്ള കാരണം, അതുപോലെ അവ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഇക്വേഷൻസ് ഒക്കെ ഡെറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചെയ്യുന്നത്. Observe the athlete throwing a javelin. The javelin follows a curved path and lands on the surface of the earth. Such objects like javelin, which moves along a path determined by gravity and air resistance, are called projectiles. The path followed by a projectile is called trajectory. An object dropped from a height, an object thrown vertically upwards, and objects thrown obliquely upwards are examples of projectiles. In all these cases, the influence of air resistance is neglected. ഇപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ ഒരു പാത്ത് അത് ഫോളോ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ഈ ഒബ്ജക്റ്റിന് ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഇനിഷ്യൽ വെലോസിറ്റി മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി
and we know that it can be resolved into two components. ഏതൊക്കെയാണ് കമ്പോണൻസ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് യു കോസ് തീറ്റ എന്നും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് യു സൈൻ തീറ്റ എന്നുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കൊടുക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റിയുടെ യു കോസ് തീറ്റ എന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയും ഒരു വെലോസിറ്റി മാത്രമേ ഈ ഒബ്ജക്റ്റിന് ഇതിൻ്റെ ഇനിഷ്യൽ പോയിന്റിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കിട്ടുന്നുള്ളൂ. അതുപോലെ യു സൈൻ തീറ്റ എന്നുള്ള ഭാഗം മാത്രമേ വെർട്ടിക്കൽ ഡയറക്ഷനും കിട്ടുന്നുള്ളൂ. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഓബ്ജക്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കാരണം ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയാണ്. ഒപ്പം തന്നെ ഓബ്ജക്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റിയാണ്, അതായത് യു സൈൻ തീറ്റയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫുൾ ട്രാജക്ടറി എന്ന് കൺസിഡർ ചെയ്താൽ വി ക്യാൻ സീ ദാറ്റ് ദ ഹൊറിസോണ്ടൽ മോഷൻ which is caused by the horizontal component of velocity remains unaffected by any other forces. അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റിൽ പിന്നീട് യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി യു കോസ് തീറ്റ എന്നുള്ള വാല്യൂ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ കീപ്പ് ചെയ്യുന്നു. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. പക്ഷെ നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഈ മോഷനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ നമ്മൾ കൊടുക്കുന്ന ഇനിഷ്യൽ വെലോസിറ്റിയെ ഒപ്പോസ് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുക. അതുമൂലം ഒബ്ജക്റ്റിൻ്റെ അപ്വേർഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരികയും അത് ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോഴേക്കും 0 ആവുകയും ചെയ്യും. അപ്പോൾ ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വേരി ചെയ്യുന്നത് കൊണ്ടാണ് ഒബ്ജക്റ്റ് ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് താഴേക്ക് വരുന്നത്. ഇനി എയിൽ നിന്ന് ഒബ്ജക്റ്റ് താഴേക്ക് പോരുമ്പോൾ നിങ്ങൾക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് പിന്നെ ആ ഒബ്ജക്റ്റിനെ ആക്ട് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ 0 ആയിരുന്ന വെർട്ടിക്കൽ വെലോസിറ്റി പിന്നീട് ഇൻക്രീസ് ചെയ്ത് വരികയും ഏറ്റവും താഴത്തെ പോയിന്റിൽ അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ അതേ ലെവലിലുള്ള പോയിന്റ് ബിയിലെത്തുമ്പോഴേക്കും മാക്സിമം ആവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊടുത്ത അതേ ഒരു വെർട്ടിക്കൽ വെലോസിറ്റി അക്യൂർ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ വെർട്ടിക്കൽ ഇപ്പോൾ നമ്മളിവിടെ കണ്ടു ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ 2 കമ്പോണൻസ് ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? യു കോസ് തീറ്റ, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, യു സൈൻ തീറ്റ അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. And we have seen that the horizontal component remains constant throughout the motion. And it is an example for a uniform motion എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ വെർട്ടിക്കൽ മോഷന് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് യു സൈൻ തീറ്റയുടെ വാല്യൂ മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. ഇനി ഇതിൻ്റെ അപ്വേർഡ് മോഷനിൽ ഒരു പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി കാണണമെങ്കിൽ നമുക്ക് v = u+at എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് കാണിക്കാനായിട്ട് vy എന്ന് എഴുതാം. അപ്പോൾ vy = uy+at എന്ന് യൂസ് ചെയ്യണം. uy-ക്ക് പകരം നമുക്ക് യു സൈൻ തീറ്റ കൊടുക്കാം. ആക്സിലറേഷൻ്റെ വാല്യൂ -g ആണ്. സോ ദ ഇക്വേഷൻ ഫോർ ദ ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം can be written as vy = uy sin theta minus gt. ജിയുടെ വാല്യൂ കൂടുന്തോറും ഈ ടേം കൂടിക്കൂടി വരും. അത് യു സൈൻ തീറ്റയ്ക്ക് ഈക്വലും ഓപ്പോസിറ്റും ആകുമ്പോഴാണ് ഫൈനൽ വെലോസിറ്റി 0 ആവുക. ആ ഫൈനൽ വെലോസിറ്റി വെർട്ടിക്കൽ വെലോസിറ്റി 0 ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. And it is represented by the point capital A. ഇനി ക്യാപിറ്റൽ എ അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ ഒബ്ജക്റ്റ് എത്തുമ്പോൾ നമ്മൾ കണ്ടു വെർട്ടിക്കൽ വെലോസിറ്റിയുടെ വാല്യൂ 0 ആണ്.
പക്ഷേ ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ വാല്യൂവിന് യാതൊരു മാറ്റവും ഇല്ല, അതിപ്പോഴും യു കോസ് തീറ്റ തന്നെയാണ്. സോ ദ ടോട്ടൽ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ഓൾസോ യു കോസ് തീറ്റ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി താഴേക്ക് പോരുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയും അത് ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ അതേ ലെവലിലുള്ള പോയിന്റിൽ എത്തുമ്പോഴേക്കും യു സൈൻ തീറ്റ എന്നുള്ള മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ റിസൾട്ടൻ വെലോസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ വെലോസിറ്റി അറ്റ് എനി പോയിന്റ് അത് എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഈ പോയിന്റിലേതാണ് എടുക്കേണ്ടതെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി യു കോസ് തീറ്റയും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആ സമയത്തെ വെലോസിറ്റി വി വൈയു ആണെങ്കിൽ ദ റിസൾട്ടൻ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് v ഈക്വൽ ടു റൂട്ട് ഓഫ് യു എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇവിടെ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനാണ് യൂസ് ചെയ്യുക. പാരലോഗ്രാം ലോ വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇവിടെ പിക്ക് പകരം യു എക്സും ക്യൂവിന് പകരം വി വൈയും എടുത്തു. അങ്ങനെ വരുമ്പോഴാണ് റിസൾട്ടൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെയാവുക, യു എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഇനി യു എക്സിൻ്റെ വാല്യൂ യു കോസ് തീറ്റയാണ്, പക്ഷേ വി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതാണ്, അത് യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലെയും റിസൾട്ടൻ വെലോസിറ്റി കാണണമെങ്കിൽ വി വൈക്ക് ഈ ഇക്വേഷൻ കൊടുത്തിട്ട് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷനും ഹൊറിസോണ്ടൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ഈ ഒരു ഈ ആംഗിള് മെഷർ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ ഇതാണ് ഇനിഷ്യൽ റിസൾട്ടൻ വെലോസിറ്റിയുടെ ഡയറക്ഷൻ, ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ റിസൾട്ടൻ വെലോസിറ്റി ഹൊറിസോണ്ടലുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ കാണാനായിട്ടും നമുക്ക് പാരലോഗ്രാം ലോയിൽ ടാൻ ആൽഫയ്ക്കുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ ബൈ പി എന്ന് വരും തീറ്റ വാല്യൂ 90 ആവുമ്പോൾ. അപ്പോൾ ഈ ഒരു ആംഗിള് യഥാർത്ഥത്തിൽ ആൽഫ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ആൽഫ വാല്യൂ കാണാനായിട്ട്, ഇപ്പോൾ ഇത് ആൽഫ ആയിരുന്നെങ്കിൽ ആൽഫ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ പി. ഇവിടെ ക്യൂവിന് പകരം വി വൈയും പിക്ക് പകരം യു എക്സും ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ദ റിസൾട്ടൻ വെലോസിറ്റി ആസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി വൈ ബൈ യു എക്സ്. ഇവിടെ നമ്മൾ ആൽഫയ്ക്ക് പകരം തീറ്റ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പാരലോഗ്രാം ലോയിൽ തീറ്റ എന്ന് പറയുന്നത് പിക്കും ക്യൂവിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇതിവിടെ 90 ആണ്. അന്നേരമാണ് നമ്മൾ ക്യൂ ബൈ പി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ക്യൂ ബൈ പി എന്നുള്ള ഇക്വേഷൻ ടാൻ ആൽഫയ്ക്കുള്ള ഇക്വേഷനായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അവിടെ ആൽഫ എന്ന് പറയുന്നത് റിസൾട്ടൻ വെലോസിറ്റിയും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളാണ്. അതിവിടെ നമ്മൾ തീറ്റ എന്ന് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ടാൻ തീറ്റ ഈക്വൽ ടു വി വൈ ബൈ യു എക്സ് എന്ന് എഴുതിയത്. Velocity of the projectile varies from point to point. At each point, the velocity has components in the horizontal and vertical directions. The horizontal component of velocity remains unchanged throughout the flight. The vertical component of velocity continuously changes due to the force of gravity. Thus, the horizontal motion is a uniform motion, and the vertical motion is a uniformly accelerated motion. The magnitude of the vertical component is different at different points and is directed vertically downwards. Let us now analyze the motion of a projectile thrown obliquely. Let a body be projected from a point O with initial velocity VO. The projectile makes an angle theta with the horizontal axis. The velocity of the projectile at any point of the trajectory goes on changing both in magnitude and in direction. The velocity can be resolved into two rectangular components, v0 cos theta along x-axis and v0 sin theta along y-axis. There is no acceleration in the horizontal direction. The vertical component of acceleration ay is equal to minus g.
Substituting the value of ax and ay in equations 1 and 2 respectively, we get that is, the vertical component of velocity changes with time, and at the highest point, the Vy becomes 0. Let us now find out the resultant velocity of the projectile at any instant. The resultant velocity v is equal to vector vx plus vector vy. By parallelogram law of vectors, v is equal to square root of vx squared plus vy squared. V is equal to square root of v0 cos theta whole squared plus v0 sin theta minus gt whole squared. The direction of the projectile at any instant is given by the angle between the velocity vector and the horizontal. Tan theta is equal to vy divided by vx. From the equation vy is equal to v0 sin theta minus gt, it is clear that vy decreases when t increases and becomes 0 at p. At this point, the velocity is only along the horizontal direction. With further increase in time, the vertical component of velocity gradually increases in the downward direction till the particle strikes the ground. അടുത്തതായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഈ പ്രൊജക്റ്റൈൽ അക്വയർ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, അതുപോലെ അത് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്ന ടോട്ടൽ ടൈം അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതുപോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനുണ്ടാകുന്ന അതിൻ്റെ റേഞ്ച്, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനുള്ള ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യണം. അത് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റിയുടെയും ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ്റെയും ടേംസിലാണ് ഡെറൈവ് ചെയ്യാനായിട്ട് പോവുക. ആദ്യമായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഹൈറ്റിനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. എന്താണ് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഹയസ്റ്റ് പോയിൻറ്റിൽ എത്തുമ്പോൾ അതിന് ഇനിഷ്യൽ പോയിൻറ്റും ഈ ഹയസ്റ്റ് പോയിൻറ്റും തമ്മിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഒരു അകലം അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഓബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ കിട്ടാനായിട്ട് നമ്മളിതിൻ്റെ വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ അറിയാം, ഇറ്റ് ഈസ് യു സൈൻ തീറ്റ. അതുപോലെ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആകും എന്ന് നമ്മൾ കണ്ടു. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ മാക്സിമം ഹൈറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, അത് എച്ച് എന്ന് വിചാരിക്കാം. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്. കാരണം അപ്വേർഡ് ഡയറക്ഷനിൽ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അതിന് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ്റെ വാല്യൂ അത് നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ SY v² = u² + 2as എന്നുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് h. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് Vyക്ക് പകരം 0 എന്ന് കൊടുക്കുക, Uyക്ക് പകരം u sin θ കൊടുക്കുക (² +2 × aക്ക് പകരം -gയും Syക്ക് പകരം hഉം കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ആവും. ഇനി ഇത് -2gh എന്നുള്ള ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. u sin θ (² u² sin² θ എന്ന് എഴുതും. അതിൽ നിന്ന് വി ക്യാൻ കാൽക്കുലേറ്റ് h using this equation, h = u² sin² θ / 2g. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്റ്റൈലിൽ അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിനുള്ള ഇക്വേഷൻ. അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നൊരു കാര്യം, ഈ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, ഏറ്റവും ഹയസ്റ്റ് ആകുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ്റെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോഴാണ്. അതായത് നേരെ അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ θ 90 ആണെങ്കിൽ നിങ്ങൾക്കറിയാം sin 90യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. sin² θയുടെ വാല്യൂ 1 ആവും. അതാണ് സൈൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ഈ വാല്യൂ 1 ആയാൽ മാക്സിമം ഹൈറ്റ് 90 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ u² / 2g എന്ന് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്യേണ്ടത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം.
ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഈ ഒരു പാത്തിൽ ഹയസ്റ്റ് പോയിന്റിലെത്തി, പിന്നീട് അത് താഴേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ താഴേക്ക് വരുമ്പോൾ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ അതേ ലെവലിൽ ഈ ഒബ്ജക്റ്റ് തിരികെ എത്താനെടുക്കുന്ന സമയം, അതായത് ഈ ഒരു പരാബോളിക് പാത്ത് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടോട്ടൽ ടൈം, അതാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ മോഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിൻ്റെ വെർട്ടിക്കൽ മോഷൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. ഇനി ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ വെർട്ടിക്കൽ ലെവലിൽ തന്നെയുള്ള പോയിന്റിൽ എത്തുന്നിടം വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പോയിന്റ് ഇതാണ്. ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്നത് 0 ആകും. അത് ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണ്, ഹയസ്റ്റ് പോയിന്റിൽ ഇതാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ എത്തുമ്പോഴാണെങ്കിൽ ഈ ഒരു ഹൈറ്റാണ്, ഇവിടെ എത്തുമ്പോൾ അത് 0 ആകും. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകാനെടുക്കുന്ന ടൈമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ -g ആണ്. ടി നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസ് വാല്യൂസ് ഈ s=ut + ½ at² എന്നുള്ള ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ sy=uy(t) + ½ay(t²) അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം, -12gt ഇപ്പുറത്ത് കൊണ്ടുവരിക, +12gt ആകും. 12gt = u sin θ എന്ന് കിട്ടും. പിന്നെ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. We'll get t = 2u sin θ/g. So this is the equation for time of flight. Time of flight is also maximum when theta is 90 degree and sin 90 is 1. And maximum value of time of flight is given by the equation t is equal to 2u/g. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒബ്ജക്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ്റെ അതേ ലെവലിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കാരണം ഒബ്ജക്റ്റിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റിയാണ്. അത് u cos θ എന്ന് നമ്മൾ കണ്ടു. ഈ u cos θയുടെ വാല്യൂ എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഹൊറിസോണ്ടൽ മോഷൻ ഒരു യൂണിഫോം മോഷനുമാണ്. ഇനി ഒബ്ജക്റ്റ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോട് കൂടി T സമയത്തേക്കാണ് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പോൾ T സമയം കൊണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഹൊറിസോണ്ടൽ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So we'll get r is equal to u cos θ into time of flight ൻ്റെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക, 2u sin θ/g. So we'll get r equal to u² into 2 sin θ cos θ/g. ഈ 2 sin θ cos θ എന്നുള്ളത് sin 2θയ്ക്ക് ഈക്വലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തീറ്റയുടെ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് sin θ cos θയുടെ വാല്യൂ കണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ sin 2θയുടെ വാല്യൂവും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇത് സെയിം ആണെന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് മാത്തമാറ്റിക്സിലത് ഇക്വേഷൻസ് പഠിച്ചോളും. അപ്പോൾ ഇവിടെ 2 sin θ cos θയ്ക്ക് പകരം sin 2θ എഴുതുന്നു എന്ന് മനസ്സിലാക്കുക. സോ ദ ഇക്വേഷൻ ഫോർ മാക്സിമം റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് u² sin 2θ/g. ആൻഡ് ദിസ് റേഞ്ച് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 45 degree, that is when 2θ is 90 degree. 2θ 90 ആകുമ്പോൾ sin 90യുടെ വാല്യൂ 1 ആവുന്നു. അതാണ് മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ. 2θ 90 ആകുമെന്ന് പറഞ്ഞാൽ θ 45 degree ആണ്. അപ്പോൾ θ 45 എന്നുള്ള ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റ് ഏറ്റവും മാക്സിമം റേഞ്ചിൽ പോകുന്നത്. അതുകൊണ്ടാണ് ത്രോ ഐറ്റംസിലൊക്കെ നമ്മൾ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറയും. Horizontal range. The distance from the point of projection to the point where the projectile strikes the horizontal plane is called the horizontal range. It is denoted by the letter R. Time of flight. Time of flight of a projectile is the time taken by it from the instant when it is projected to the time when it strikes the point in a horizontal plane passing through the point of projection.
T is equal to 2v0 sine theta by g. Range of projectile. Range of projectile is defined as the distance between the point of projection and the point where the trajectory cuts any plane. R is equal to v0 square sine 2 theta by g. Maximum height. Maximum height is the maximum value of the vertical distance attained by a projectile above the horizontal plane to the point of projection. In the figure, P is the point of maximum height. H is equal to v0 square sine square theta by 2g. അപ്പോൾ ഈ 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം, ഡെറൈവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. ഇക്വേഷൻ്റെ ടേംസൊക്കെ ഓരോന്നും പഠിക്കുക. അത് വെച്ചുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം.